ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം അബ്നോർമൽ ആണ് എന്നുള്ളതാണ്. നോക്കൂ, ഫിലിം ഇൻഡസ്ട്രിക്കുള്ളിൽ ഏത് ആർട്ടിസ്റ്റ് വന്നാലും അവർ തന്റെ കരിയർ ഒരു ലവ് സ്റ്റോറിയോട് കൂടിയാണ് തുടങ്ങുന്നത്. പക്ഷെ താങ്കളുടെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ താങ്കളുടെ ഹീറോയിനെ മേളിൽ നിന്നും തള്ളിവിടുകയാണ് ചെയ്തത്. അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. സത്യമായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അവർ എന്നെ വല്ലാതെ ശല്യം ചെയ്തു. പിന്നെ ഒരു പെണ്ണ് സമ്മതിച്ചില്ലെങ്കിൽ, ഞാൻ തമാശയ്ക്ക് പറയാണ്, എനിക്ക് പെണ്ണുങ്ങളോട് ബഹുമാനമുണ്ട്, വല്ലാത്ത സ്നേഹമുണ്ട്. ഞാൻ സ്ത്രീകളെ താഴേക്ക് തള്ളിവിടാറില്ല. വീഴാൻ പോകുന്നൊരു താങ്ങിപ്പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. പിന്നെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ, എനിക്ക് കിട്ടിയ റോൾസൊക്കെ മറ്റുള്ള ആക്ടേഴ്സ് റിജക്റ്റ് ചെയ്ത റോൾസാണ്. വലിയ വലിയ ആക്ടേഴ്സ് ആ റോൾ ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല. അതായത് ഡർ ചെയ്യുന്ന സമയത്ത് എല്ലാ ആക്ടേഴ്സും പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ, പലരും എന്നെ നോക്കി എന്താ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാ, അതായത് ഹീറോ റോള് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ലവ് റോള് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇത് ചെയ്ത് എന്റെ കരിയർ ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സ്റ്റേജിൽ നിന്ന് വന്നതാണെങ്കിലും ഞാൻ മുംബൈയുടെ സ്വന്തം ആളല്ല. അതായത് ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക് വളരെ പുതിയ ഒരാളാണ്. രണ്ട് കാര്യങ്ങൾ, ഹീറോ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല. ഒരു ലോഞ്ച് ഉണ്ടാവും, പിന്നൊരു പുതിയ പെണ്ണുമായി ഒരു പാട്ടുണ്ടാവും, ആട്ടം ഉണ്ടാവും, അങ്ങനെ എൻജോയ് ചെയ്യുമെന്നാ വിചാരിച്ചത്. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലല്ലോ, വേറെ ആരും എനിക്ക് പറഞ്ഞു തന്നതുമില്ല. എനിക്ക് ഈ റോൾ ചെയ്യാന്ന് തോന്നി. തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ റോൾ ചെയ്യാന്ന് തോന്നി. പിന്നെ എല്ലാവരും എന്താ പറഞ്ഞെന്ന് വെച്ചാ, സിനിമ കണ്ടുവന്ന് എന്നോട് എന്താ പറഞ്ഞെന്ന് വെച്ചാ, നീ തെറ്റ് ചെയ്തു, നിന്റെ കരിയർ ഇതോടെ അവസാനിച്ചെന്ന്. ഈ പടം ഓടില്ല. ബട്ട് ഐ തിങ്ക് ഫൈനലി ജനങ്ങൾക്ക് നല്ല റോളും നല്ല കഥയും ഇഷ്ടാവുമെന്ന് വന്നു. പിന്നെ ആ സമയത്ത് എന്റെ സമയവും നല്ലതായിരുന്നു, കാലവും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. യങ് ജനറേഷൻ, ആ സമയത്ത് 90s കിഡ്സും വന്നുകൊണ്ടിരുന്നു. എന്നോട് ഹീറോയും ഓക്കെ ആണെന്ന് പറഞ്ഞു. ആക്ച്വലി ഹീറോയിൻസിന്റെ ഇന്റർവ്യൂവിനേക്കാളും കോളേജിലെ പെൺകുട്ടികളെ കളിയാക്കുന്നത്, ഇവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ, പിന്നെ പയ്യൻ പാവമായിരിക്കാം, പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും പണക്കാരായിരിക്കാം, പിന്നെ ഒരു വലിയ വഴക്കുണ്ടാവും, പിന്നെ അവര് നേരെ മലയിൽ നിന്ന് താഴേക്ക് ചാടാനൊരുങ്ങും. അച്ഛനും അമ്മയും അരുത് അരുതെന്ന് പറഞ്ഞ് കരയും. പക്ഷെ ഞാൻ കുറച്ച് ലക്കിയ, കാലം മാറി. അബ്നോർമൽ തന്നെ. ഞാൻ നോർമൽ അല്ല, പക്ഷെ അബ്നോർമലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കിരൺ, അതിപ്പോഴും ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആര് ഷാരൂഖ് ഖാനെ കുറിച്ച് സംസാരിച്ചാലും അതായിരിക്കും ഓർമ്മയിൽ വരുന്നത്. പിന്നെ എനിക്ക് വിചിത്രമായി തോന്നിയത്, അവരൊരിക്കലും എന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല. ഞാൻ ഇടയ്ക്ക് ഒരു ഷോയ്ക്ക് പോയിരുന്നു, അവിടെ അവർ എന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. ഐ ലവ് യു, എന്റെ ശബ്ദം ഇങ്ങനെയല്ല. ശരിക്കും എന്റെ ശബ്ദം ഇങ്ങനെയല്ല. ആക്ച്വലി ഞാൻ ചെയ്ത് കാണിക്കാം. കുറച്ച് സമയം തരൂ. ഓഡിയൻസ് താങ്കളോട് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. വെയിറ്റ്, ഞാൻ ചെയ്ത് കാണിക്കാം. തീർച്ചയായും ഞാൻ ചെയ്ത് കാണിക്കാം. എങ്ങനെയെന്ന് വെച്ചാ, ഐ ലവ് യു കിരൺ. പിന്നെ എന്നെ മിമിക്രി ചെയ്യുന്നവരെല്ലാം കുറച്ച് കഴിയുമ്പോ വിറയ്ക്കാൻ തുടങ്ങും. ഞാൻ ഒരു സിനിമയിൽ അതുപോലൊന്നും ആക്ട് ചെയ്തിട്ടില്ല. ഇതുപോലൊക്കെ ചെയ്താൽ എനിക്ക് ദേഷ്യം വരും. ഞാനതുപോലെ വെക്കി ആക്ട് ചെയ്യുന്ന അതോടെ നിർത്തി. അതുപോലെ ആക്ട് ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഷാരൂഖ് ഖാൻ ഷോ എവിടെയെങ്കിലും സ്റ്റേജിൽ നടക്കുകയാണെങ്കിൽ ജനങ്ങളും ഇത് തന്നെയായിരിക്കും പറയുക. അതെ, എല്ലായിടത്തും അതുപോലെ തന്നെ ചെയ്യാറ്. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെന്റിൽമാൻ ആയതുകൊണ്ടൊന്നും പറയില്ല. ഞാനും കൈ അടിച്ചോണ്ടിരിക്കും. അതായത് എന്റെ രണ്ട് കൈക്കും ഇടയ്ക്ക് അവന്റെ മോന്ത കിട്ടണമെന്ന് ഞാൻ വിചാരിക്കും, കരണക്കുറ്റിക്ക് അടിക്കാൻ വേണ്ടി. ഞാൻ അതുപോലെ എപ്പോഴാണ് അഭിനയിച്ചത്? ശരി, ഓക്കെ, എന്റെ ചെറിയ മോനുണ്ടല്ലോ, അവനും എപ്പോഴും ഇതുപോലെ കാണിച്ച് എന്നെ കളിയായിക്കൊണ്ടിരിക്കും. വീട്ടിൽ ഞാൻ ചെല്ലുമ്പോ ഞാൻ അവനോട് ചോദിക്കും, എപ്പോഴാണ് മോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പ്രേമം എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ നീട്ടിക്കൊണ്ട് 25 വർഷമായിട്ട് താങ്കൾ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട രീതിയിൽ കൈനീട്ടുന്നവർ പലതും ഉണ്ടാവും, പക്ഷെ എന്നെ പോലെ കൈനീട്ടുന്നവർ ആരുമില്ല. പിന്നെ എനിക്ക് റൊമാൻറ്റിക് ഹീറോ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്കതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പെണ്ണുങ്ങളെ കണ്ടാൽ എനിക്ക് ഭയങ്കര നാണമാ. അവർ പറഞ്ഞു എന്റെ ഡിംപിൾ വളരെ നന്നായിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ബ്ലഷ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കര നാണമാണ്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, ഒരു പെണ്ണിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ പറയുമെന്ന്. सच कहो मुझसे, जब मैं तुमसे दूर जाता हूं तुम्हारा दिल मुझे पलट कर देखने को नहीं करता. मेरे करीब आओ और पास और पास और पास. जब मैं ഞാൻ സത്യം പറയാ, ഞാൻ ഏതു ഹീറോയിന്റെ കൂടെ അഭിനയിക്കുകയാണെങ്കിലും ഞാൻ അവരുടെ തോളിൽ തലചായ്ച്ച് നാണിക്കും. അതും ഡയലോഗ് പറഞ്ഞോണ്ട്. വേണമെങ്കിൽ ചോദിച്ചു നോക്കിക്കോളൂ. മാധുരിയോട് ഇനിയും അരികിലേക്ക് വാ, ഇനിയും അടുത്ത് വാ എന്ന് പറഞ്ഞ് ഞാൻ തോളത്ത് തലചായ്ക്കും. സോറി, ഞാൻ അങ്ങനത്തെ ആളല്ലെന്ന് പറയും. എനിക്ക് റൊമാൻസ് അറിയില്ല, എന്നെ യശ് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. യാഷ് ചോപ്രയുടെ അവസാന സിനിമ, അതിൽ താങ്കൾ കിസ് ചെയ്തത് അത് റൊമാൻസ് അല്ലേ? ഫോഴ്സ് കൊണ്ടാണ്.
എല്ലാരും എന്നെ ഫോഴ്സ് ചെയ്തു, നിർബന്ധിച്ചു പറഞ്ഞു. പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കാൻ പറയും, ഞാൻ പറയും പറ്റില്ല, ചെയ്യില്ല. ഞാൻ തലയിൽ കൈവയ്ക്കും, എന്റെ തലയിലെടുത്ത് എങ്ങനെയാണെന്ന് നോക്കി. സുന്ദരികളായ പെണ്ണുങ്ങളെ എപ്പോഴും കെട്ടിപ്പിടിക്കാം, അവരെ കിസ് ചെയ്യും, അവരെ സ്നേഹിക്കും, എന്നിട്ട് അതിനുള്ള പേയ്മെന്റും ഞാൻ വാങ്ങിക്കും. ശരിക്കും ഇതൊക്കെ ഒരു ജീവിതമാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആരോ ഒരാൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. I am Priya. Hi Priya, how are you? I am fine. How are I you? am also fine. രണ്ടുപേരും ഫൈൻ, ഓക്കെ. ഞാൻ താങ്കളുടെ ഡൈഹാർഡ് ഫാനാണ്. Came from London especially to meet you. Thank you very much Priya. So can I come and hug you? ഇവിടെ വെച്ച് വേണ്ട, ഷോ കഴിഞ്ഞതും പുറത്തു വെച്ച്. Okay, thank you. ഉറപ്പായിട്ടും. സർ, കോളേജിൽ പഠിക്കുമ്പോൾ താങ്കളുടെ ഫസ്റ്റ് ക്രഷ് ആരോടായിരുന്നു? ആ കുട്ടി ആരാന്നൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് സത്യമാണ്, നുണയല്ല. ഓക്കെ. ഞാൻ പഠിച്ചത് ബോയ്സ് സ്കൂളിലാ. അതായത് എന്ന് വെച്ച് എനിക്ക് പെൺകുട്ടികളോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല അർത്ഥം. ഞാൻ സ്പോർട്സിലുണ്ടായിരുന്നു, പ്ലേസ്മെന്റ് ചെയ്യും. ആക്ച്വലി ഒരു ബോയ്ക്ക് ആദ്യമായിട്ട് ക്രഷും ഉണ്ടാകും, ഫീലിംഗ്സും ഉണ്ടാകും. അതുകൊണ്ട് താങ്കളുടെ ഫസ്റ്റ് ക്രഷ് ആരോടായിരുന്നു സർ? ആദ്യത്തേതും അവസാനത്തേതും ഗൗരി തന്നെയാണ്. അന്ന് അവൾക്ക് 18 വയസ്സായിരുന്നു. Okay. അവളെ ഒരു പാർട്ടിയിൽ വെച്ച് ആദ്യം കാണുന്നത്. Okay. അവളാണ് എന്റെ ലൈഫിലെ ആദ്യത്തെ പെൺകുട്ടി. അവളാണ് എന്നോട് 3 സെക്കൻഡിൽ കൂടുതൽ സംസാരിച്ചത്. സോ ഞാൻ ഈ കാര്യത്തിൽ വളരെ അഡ്മയർ. അതായത് പഞ്ചാബിയിൽ പറയും एहू कुड़ी लेनी है। ഈ പെണ്ണിനെ സെറ്റാക്കാനെന്ന്. 22 വർഷങ്ങൾക്ക് മുൻപ് താങ്കൾ ആപ്കി അദാലത്തിന്റെ സെറ്റിൽ വരുന്ന സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു. താങ്കളുടെ വൈഫ് ഗൗരിക്ക് 5 മിനിറ്റിൽ ഒരിക്കൽ താങ്കൾ ഫോൺ ചെയ്യും. അതെ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് വിളിക്കാറില്ല, അവൾ ഇങ്ങോട്ടാ വിളിക്കുന്നത്, എവിടെയാണ്, എന്ത് ചെയ്യുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും, സത്യല്ലേ? എല്ലാ വീട്ടിലും ഇങ്ങനെയാ. സർ, ജനങ്ങൾ താങ്കളോട് പറയും നിങ്ങൾ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിയെന്ന്. അതുകൊണ്ട് ഞാനൊരു ചെറിയ കവിത നിങ്ങളോട് ഷെയർ ചെയ്യാം. പറയൂ. मुझे ऊंचाइयों पर देखकर हैरान है बहुत लोग, मुझे ऊंचाइयों पर देखकर हैरान है बहुत लोग, लेकिन किसी ने मेरे पैरों के छाले नहीं देखे. കൊള്ളാം. സർ, നിങ്ങളുടെ എന്റെ പേര്? പേര് യാസിർ. യാസർ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കവിത അതെ, ചൊല്ലി. സർ. എന്റെ ഡിസൈനർ വളരെ ബുദ്ധിമുട്ടും, കാരണം അയാളുടെ ഷൂ വളരെ ടൈറ്റാണ്. കവിത വളരെ നന്നായിരുന്നു യാസർ, താങ്ക് യു സോ മച്ച്. സർ, എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് സർ. സർ, ഇതുവരെ താങ്കൾ ചെയ്ത സിനിമകളിൽ വെച്ച് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ അടുത്ത പടം, എപ്പോഴും അടുത്ത പടം.